മലയാള സിനിമാ പ്രേക്ഷകരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറച്ചു മുന്നേറുകയാണ് വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്. കേരളത്തിലെ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോയാണ്. എവിടെയും നമുക്ക് ടിക്കറ്റും കിട്ടാനില്ല. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തേരോട്ടം തുടരുന്ന സിനിമ കൂടിയാണിത്. റിലീസ് ദിനം മുതൽ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന വാഴ 2 ബോക്സ് ഓഫീസിലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 2-ന് ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ എത്തിയ വാഴ 2 4 ദിവസത്തിനുള്ളിൽ ഞെട്ടിക്കുന്ന കളക്ഷനാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വാഴ 2 4 ദിവസത്തിനുള്ളിൽ ആഗോളതലത്തിൽ 62.95 കോടി രൂപയാണ് വാരിക്കൂട്ടിയത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ 100 കോടി ക്ലബിൽ എത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെ 4 ദിവസത്തിനുള്ളിൽ ഒരു ചിത്രം ഇത്രയും കോടികൾ വാരിക്കൂട്ടുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ആദ്യ ചിത്രം തന്നെ 50 കോടി ക്ലബിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഹാഷിറും അലനും വിനായകും അജിനും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. മലയാള സിനിമാ പ്രേക്ഷകർ സ്റ്റാർഡം നോക്കാതെ സിനിമ നല്ലതായാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ചിത്രം. ചിത്രത്തിന്റെ ഇന്ത്യയിലെ മൊത്തം ഗ്രോസ് കളക്ഷൻ 29.70 കോടി രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് മാത്രം 33.25 കോടി രൂപയാണ് ചിത്രം നേടിയത്. മൊത്തം 5873 ഷോകളിലൂടെ 25.60 കോടി രൂപ നെറ്റ് കളക്ഷനാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയത്. ആദ്യ ഭാഗത്തിന്റെ തുകയാണ് 4 ദിവസത്തിനുള്ളിൽ ചിത്രം മറികടന്നത്. ഇതും ഒരു റെക്കോർഡ് കൂടിയാണ്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം 1.50 കോടി നേടിയിരുന്ന ചിത്രം ആദ്യ ദിവസം തന്നെ നേടിയത് 10.5 കോടിയായിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് നവാഗതരെ മുൻനിർത്തി നവാഗത സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു സിനിമയ്ക്ക് ആദ്യ ദിനം തന്നെ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടുന്നത്. റിലീസ് ചെയ്ത 4ാമത്തെ ദിവസമായ ഇന്നലെയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ സൺഡേ ടെസ്റ്റ്. ആദ്യ ഞായറാഴ്ച ചിത്രം നേടിയത് 8.40 കോടിയാണ്. ശനിയാഴ്ച നേടിയ 7.20 കോടിയിൽ നിന്ന് 16.7% വളർച്ചയാണ് കളക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധവും സൗഹൃദവും തന്നെയാണ് ചിത്രത്തിന്റെ കാതൽ. തമാശയും ഇമോഷനും എല്ലാം കോർത്തിണക്കിയാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ റീൽസുകളിലൂടെ മാത്രം നമ്മൾ കണ്ടു പരിചയമുള്ള താരങ്ങളെ വെച്ചുകൊണ്ടാണ് പുതുമുഖ സംവിധായകനായിട്ടുള്ള സവിൻ എസ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. വിപിൻ ദാസ് ആണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. കോമഡി ഡ്രാമ ഫോമിലൂടെയാണ് കഥ പറയുന്നതെങ്കിലും ഹ്യൂമറിൽ തുടങ്ങി ഇമോഷണൽ ഡ്രാമയിലൂടെയാണ് അത് അവസാനിക്കുന്നത്. ഹാഷിർ, അലൻ ബിൻ സിറാജ്, വിനായക്, അജിൻ ജോയ്, വേദശങ്കർ, ദേവാനന്ദ് തുടങ്ങിയ വലിയൊരു യുവ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരന്നിട്ടുള്ളത്. ചിത്രത്തിലെ ഓരോ കഥാപാത്രത്തിനും നിറഞ്ഞ കയ്യടിയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും നിറഞ്ഞ കയ്യടിയാണ് സിനിമയ്ക്ക്. വിനായകന്റെയും ബിജുക്കുട്ടന്റെയും പോലെ തന്നെ പ്രേക്ഷകരുടെ മനം കവർന്ന കോമ്പിനേഷൻ ആയിരുന്നു സുധീഷ്, അലൻ, വേദശങ്കർ എന്നിവരുടേത്. ഹാഷിർ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറായി വളരാൻ അധിക താമസമില്ലെന്ന് ചിത്രം കണ്ടവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. സുധീഷ്, വിജയ് ബാബു, അജു വർഗീസ്, അരുൺ, അൽഫോൺസ് പുത്രൻ, വിനോദ് കെടാമംഗലം തുടങ്ങിയ പ്രമുഖരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വമ്പൻ താരങ്ങളോ വലിയ മുതൽ മുടക്കോ ഇല്ലാതെ തന്നെ ഒരു ചിത്രം ബോക്സ് ഓഫീസ് വേട്ട തുടരുക, സിനിമ കണ്ടവരെല്ലാം തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചിത്രത്തെക്കുറിച്ച് കുറിക്കുക, ഇതൊരു സിനിമയ്ക്ക് അപൂർവമായി കിട്ടുന്ന ഒരു നേട്ടം തന്നെയാണ്. സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെയും സിനിമയ്ക്ക് കോടികൾ നേടാൻ കഴിയുമെന്നത് മലയാള സിനിമ സ്വപ്നം കാണുന്ന പുതുമുഖങ്ങൾക്ക് ഒരു ആശ്വാസം പകരുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ സിനിമയിൽ എത്താൻ കൊതിക്കുന്ന കലാകാരന്മാർക്കും ഇതൊരു വാതിൽ തുറന്ന് ഇടുകയാണ്. കഴിവുണ്ടെങ്കിൽ മലയാളി സപ്പോർട്ട് ചെയ്യും എന്നതിന്റെ ഉദാത്തമായ ഉദാഹരണം കൂടിയാണ് വാഴ 2. സിനിമ കണ്ട് തിയേറ്റർ വിടുന്ന ഓരോ പ്രേക്ഷകനും പറയാനുള്ളത് വിപിൻ ദാസിന്റെ തിരക്കഥയെക്കുറിച്ചും സംവിധായകൻ സവിൻ എസ്എയുടെ അവതരണത്തെക്കുറിച്ചും തന്നെയാണ്. റീൽസുകളിലൂടെ താരങ്ങളായ ഹാഷറും ടീമും നേരത്തെ വാഴയുടെ 1ാം ഭാഗത്തിൽ ചെറിയ വേഷത്തിൽ എത്തിയിരുന്നു. അതേ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെയാണ് 2ാം ഭാഗം കഥ പറയുന്നത്. എന്നാൽ 2ാം ഭാഗത്തിലെ ഇവരുടെ പ്രകടനം അതിഗംഭീരം തന്നെയാണ്. ഇനി മലയാള സിനിമയും ബോക്സ് ഓഫീസും ഇവർ തൂക്കും. ചിത്രം 500 കോടി ക്ലബിൽ എത്തുമോ എന്നാണ് പ്രേക്ഷകരെല്ലാം ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.